പിന്നീട് ആ സംസാരം അവിടെ കൂടുതലായില്ല. അപ്പുവും ഗൗരിയും അവിടം വിട്ട് ഇറങ്ങി. ഗേറ്റിന് വെളിയിൽ വന്നതും നിറഞ്ഞൊഴുകുന്ന ചേച്ചിയുടെ കണ്ണുകൾ പതിയെ തുടച്ചുകൊണ്ട് അപ്പു പറഞ്ഞു, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. മോനെ അപ്പു, എനിക്കിതിലൊന്നും ഒരു വിഷമവും ഇല്ല. ആകെയുള്ള വിഷമം അദ്ദേഹത്തിന് ഇതെല്ലാം കേട്ടിട്ട് താങ്ങാൻ കഴിയുമോ എന്നോർത്താണ്. ഒന്നും മനസ്സിലാവാതെ അപ്പു ചേച്ചിയെ തന്നെ സംശയത്തോടെ നോക്കി. സിദ്ധാർത്ഥിനും ഒന്നും ഓർമ്മയില്ല, അപ്പു ആരാണെന്ന് പോലും. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ഓർമ്മയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? അതെ, സിദ്ധാർത്ഥ് ഇപ്പോൾ എൻ്റെ അല്ല, ആ പഴയ അനന്യയുടെ സിദ്ധാർത്ഥാണ്. ആ ഓർമ്മയിൽ എവിടെയും ഇന്ന് ഈ ഗൗരിക്ക് ഒരു സ്ഥാനവുമില്ല. ചേച്ചി, വിങ്ങിപ്പൊട്ടിക്കരയുന്ന ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അങ്ങനെ തറച്ചു നിന്നു. ഇതേ സമയം സിദ്ധാർത്ഥിൻ്റെ തലയിൽ ഒരു ഭൂകമ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീരം മുഴുവൻ മരവിച്ച അവസ്ഥ. അടുത്തുള്ള സോഫയിലേക്ക് ചാരിയിരുന്നു സിദ്ധാർത്ഥ്. അവനെ താങ്ങി പിടിക്കാനായി വന്ന അനന്യയെ തട്ടി മാറ്റിക്കൊണ്ട് ആശ ഉറക്കെ അലറി, തൊട്ടുപോകരുത് എൻ്റെ മോനെ. നീ എന്തിനാ വീണ്ടും എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? അന്ന് പോയ വഴി നിനക്കങ്ങ് പോകാമായിരുന്നില്ലേ? പണമായിരുന്നു വേണ്ടിയിരുന്നത് എങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു, ഞാൻ എത്ര വേണമെങ്കിലും തന്നേനെ. ഒന്ന് നിർത്തമ്മേ. സിദ്ധാർത്ഥ് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ്, ഇത് സത്യമല്ല. ഞാൻ നിന്നെ ഇട്ടിട്ട് പോയിട്ടില്ല. ഞാൻ എന്നും നിന്റെ മാത്രം നുണയ്ക്ക് മീതെ നീ വീണ്ടും നുണകളുടെ ഒരു കൂമ്പാനം പണിത് തീർത്താലും നുണ തന്നെയായിരിക്കും. നിങ്ങളോടൊന്ന് നിർത്താനല്ലേ പറഞ്ഞത്? സിദ്ധാർത്ഥ് വീണ്ടും ഉറക്കെ അവരോട് കോപത്തോടെ പറഞ്ഞു. സിദ്ധു, പ്ലീസ് എന്നെ വെറുക്കല്ലേ. ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് കേൾക്കാതെ സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറിപ്പോയി. സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറിപ്പോയതും അനന്യയെ പിടിച്ച് പുറത്തേക്ക് തള്ളി ആശ. എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട, ഇതെല്ലാത്തിൻ്റെയും തുടക്കം മാത്രമായിരിക്കും. അവനെ ഞാൻ സ്വന്തമാക്കി ഈ കാണുന്നതെല്ലാം എനിക്ക് അവകാശം വെച്ച ശേഷം മാത്രമേ ഈ അനന്യ അടങ്ങിയിരിക്കൂ. ഭയപ്പെടുത്തല്ലേ മോളെ. ഇതിലും വലിയ വെല്ലുവിളികൾ കേട്ടവരാ ഞങ്ങൾ. കുറച്ചു മാറി ഒരു ശബ്ദം കേട്ടതും അനന്യ തിരിഞ്ഞു നോക്കി. വർമ്മയാണ്. ഓ, അപ്പോൾ എല്ലാവരും കൂടി അറിഞ്ഞിട്ടാണ്? അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല മോളെ. മോളുടെ ഭീഷണി കേട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കണ്ട കുപ്പയിൽ കിടക്കുന്നവളെ എല്ലാം എടുത്ത് സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വലിച്ചുകൊണ്ട് വരാൻ? ആരാ കുപ്പയിലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മോള് ചെല്ല്. പുറത്തെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് സിദ്ധാർത്ഥിൻ്റെ റൂം ബാൽക്കണി വരെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് തലയിലൂടെ ഒരു കറണ്ട് പോകുന്ന അവസ്ഥയായിരുന്നു അവനിൽ. അനന്യയുടെ കാറിൻ്റെ ഇരമ്പിച്ചുകൊണ്ടുള്ള പോക്കവൻ കേട്ടു. അതിനുശേഷം വീട് ശാന്ത. അവൻ്റെ തോളിൽ പിടിച്ചവനെ അച്ഛൻ വർമ്മ റൂമിലേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥ് ടേബിളിൽ തലവച്ച് കിടക്കുന്നതാണ് കണ്ടത്. അവൻ്റെ തോളിൽ പിടിച്ചവനെ ഉണർത്തി വർമ്മ. അവൻ്റെ കണ്ണുകൾ രണ്ടും ചുവന്നു കിടക്കുന്നത് വർമ്മ കണ്ടു. മോനെ സിദ്ധു, അച്ഛൻ വാത്സല്യത്തോടെ വിളിച്ചു. അച്ഛ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. മോനെ സിദ്ധു, നീ ആക്സിഡൻറ്റിന് ശേഷം പലതും മറന്നു എന്നതാണ് സത്യം. എന്നിട്ട് എന്തുകൊണ്ടാ നിങ്ങളാരും അതെന്നോട് പറയാതിരുന്നത്? മനഃപൂർവ്വമല്ല സിദ്ധു, ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് നീ ഇതെല്ലാം അറിഞ്ഞാൽ നിനക്ക് അത് വലിയ ഷോക്കായി മാറുമെന്നും പിന്നെ അത് നിന്റെ സമനില വരെ തെറ്റിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഇതിനെല്ലാം കാരണം ആ പെണ്ണാണെന്നാണ്. ഏതു പെണ്ണ്? ആ ഗൗരി. അവൾ കാരണം കൊണ്ട അനന്യ ജീവിതത്തിൽ നിന്നും പോയത് അല്ലേ അച്ഛ? അയ്യോ മോനെ, അല്ല. അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടേയില്ല. നീയാണ് അവളെ നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത്. അതൊരു പാവം കുട്ടിയാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുട്ടി. സിദ്ധാർത്ഥിൻ്റെ മുഖം
പുച്ഛത്താൽ ചിരിച്ചു. പാവം, പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. അവരുടെ സംസാരത്തിനിടയിലേക്കാണ് ആശ കയറി വന്നത്. മുഖത്ത് നല്ല വിഷമമുണ്ട്. മോനെ സിദ്ധു, അമ്മ ഇങ്ങനെ ചെയ്യുക എന്ന് ഞാൻ കരുതിയില്ല. അവൻ്റെ സംസാരം കേട്ടതും ആശ തറച്ചു നിന്നു. ചെയ്യാൻ പാടില്ലാത്ത എന്തോ ആ സ്ത്രീ ചെയ്തു എന്ന മട്ടിൽ. എന്താ മോനെ, എന്താ അമ്മ ചെയ്തത്? എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അമ്മ ആരോടും വഴക്കിനും പ്രശ്നത്തിനും നിൽക്കാത്ത ഒരു സാധുവാണ് മോനെ. അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഗൗരിമോളുടെ വിഷമം കണ്ട് സഹിക്കാനാവാതെയാണ് അമ്മ. അമ്മ പറയുന്നതിനിടയിൽ തന്നെ സിദ്ധാർത്ഥ കൈ ഉയർത്തി തടഞ്ഞു. മതി, കൂടുതൽ കേൾക്കണമെന്നില്ല. നിങ്ങൾ ഇന്ന് തന്നെ പൊയ്ക്കോ. എന്നെ നോക്കാൻ ആരും വേണ്ട. മോനെ സിദ്ധു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യമായി സിദ്ധാർത്ഥ അമ്മയോട് കയർത്ത് സംസാരിച്ചു. അമ്മയുടെ ഹൃദയം നുറുങ്ങുന്നത് പോലെ ആ പാവം സ്ത്രീക്ക് തോന്നി. പിന്നീടൊന്നും സംസാരിക്കാതെ ആ അമ്മ അവിടെ നിന്നും ഇറങ്ങി. കൂടെ വർമ്മയും. കണ്ണീരോടെ വർമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആശ. വിഷമിക്കേണ്ട, അവൻ പഴയ നമ്മുടെ സിദ്ധുവായി തിരിച്ചു വരുന്നത് വരെയല്ലേ. എന്നാലും അവൻ എന്നോട് ഇങ്ങനെ. കണ്ണുനീരോടെ വർമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ആശ പറഞ്ഞു. പറഞ്ഞില്ലേ അമ്മിണി, എല്ലാം കുറച്ചു ദിവസത്തേക്ക് അല്ലേ. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇങ്ങോട്ടൊന്ന് വന്ന് സിദ്ധുവിനോട് കാര്യങ്ങൾ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. നിറഞ്ഞ കണ്ണുകളോടെ ആ സാധു സ്ത്രീ വർമ്മയെ നോക്കി. അദ്ദേഹം ഇരുകരങ്ങളിലും ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ ആശയെ ചേർത്ത് പിടിച്ചു. എനിക്ക് നമ്മുടെ മോളെ കാണാം. വർമ്മ അപ്പുവിന് സിദ്ധാർത്ഥൻ നൽകിയ ഫ്ലാറ്റിലേക്ക് വണ്ടി തിരിച്ചു. ഫ്ലാറ്റ് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. താഴെ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായി എങ്ങോട്ടോ പോയതെന്ന് അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതേ സമയം ഗൗരിയുടെ സ്വന്തം വീട്ടിൽ. നിങ്ങളിങ്ങനെ ഇരുന്നോ മനുഷ്യ? ആ സിദ്ധാർത്ഥൻ്റെ തന്നെ കാലാവധി കഴിയാറായി. 2 ആഴ്ച മാത്രമേ ഇനിയുള്ളൂ. ഇവിടെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ പിന്നെ നമ്മളെയൊക്കെ ആളുകൾ കാണുന്നത് എങ്ങനെയാവുമെന്ന വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടോ? എനിക്ക് വയ്യ ഈ സൊസൈറ്റിയെ നേരിടാൻ. ഇത്രയും കാലം രാജ്ഞിയായി വാണിട്ട് പെട്ടെന്നൊരു ദിവസം തെരുവിലേക്ക്. ശില്പ ഉറക്കെ പ്രഭാകരനോട് ആക്രോശിച്ചു. ഭാര്യയുടെ പുലമ്പലുകൾ സഹിക്ക വയ്യാതെ മുന്നിലിരുന്ന ടേബിൾ കാലുകൊണ്ട് ചവിട്ടി നിലത്തേക്കിട്ടു പ്രഭാകർ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെയും നിന്റെ മകളുടെയും ആർഭാട ജീവിതമാണ് ഇന്നെന്നെ കോടീശ്വരനിൽ നിന്നും പിച്ചക്കാരനിലേക്ക് മാറ്റിയത്. ഓഹോ, ഇപ്പോൾ ഞാനും മകളുമായി നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു ഇള്ളാപ്പുള്ള. ഇരുവരുടെയും വഴക്ക് കേട്ടാണ് ആതിര അങ്ങോട്ട് വരുന്നത്. എന്താ അച്ഛാ, എന്താ അമ്മേ, ഇതെന്നും ഈ അടിയും വഴക്കും മാത്രമേ ഉള്ളൂ? പിന്നെ എന്ത് ചെയ്യണം? 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങണം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ആതിര അമ്പരന്നു. എന്ത്? അതെ, സിദ്ധാർത്ഥ തന്ന സമയം 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ തീരും. പിന്നെ ഈ വീടും ഈ സ്വത്തുമെല്ലാം ആ നശൂലം പിടിച്ച പെണ്ണിൻ്റെ സ്വന്തമാകും. എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു പട്ടിയെ പോലെ ആട്ടിയിറക്കിയവൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്നത്. ഷോ, അത്രയും പറഞ്ഞ് ശില്പ തലയിൽ കൈവച്ചു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ആരാണാവോ ഈ നേരത്ത്? മിക്കവാറും കടം കൊടുക്കാനുള്ള വല്ലവരുമാവും, അല്ലാതെ വേറെ ആരും വരാൻ വഴിയില്ലല്ലോ. ശില്പ പുലമ്പിക്കൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ കടിച്ചു കിരൺ എന്ന മട്ടിൽ നിൽക്കുന്ന കിരണിനെ കണ്ട് ആ സ്ത്രീ പുഞ്ചിരിച്ചു. മോനെ വാ, അകത്തേക്കിരിക്കാം. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. എൻ്റെ കയ്യിൽ നിന്ന് മാതിര വാങ്ങിയ പണം തിരികെ വാങ്ങാനായി വന്നതാണ്. പണമോ? എന്ത് പണം? ഒന്നും അറിയാത്ത മട്ടിൽ ശില്പ ചോദിച്ചു. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന ആൻറ്റിക്ക് തരണം ഒരു ഓസ്കാർ അവാർഡ്. അത് കേട്ടതും ശില്പ ചൂളി നിന്നു. 1ഉം 2ഉമല്ല, 10 കോടി. നിങ്ങളുടെ മകൾ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ മകൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്രഭാകരൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നിൽ നിന്നും കടും കട്ടിയുള്ള ഒരു സ്ത്രീയുടെ സ്വരമുയർന്നു. അംബികയായിരുന്നു അത്, കിരണിൻ്റെ അമ്മ. അംബികയെ കണ്ടത് മാതിരി ഓടി അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മതി മതി, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അത് കേട്ടതും ഞെട്ടലോടെ ആതിര അമ്മയും അച്ഛനെയും നോക്കി. അതെ, ഞാൻ കാര്യത്തിൽ പറഞ്ഞതാണ്. എൻ്റെ മകന് ഞാൻ മറ്റൊരു വിവാഹം നോക്കുന്നുണ്ട്. എന്ത്? അത് പറ്റില്ല കിരൺ. കിരൺ എൻ്റെയാണ്.
ഒരു നിലവിളിയോടെ ആതിര പറഞ്ഞു. കിരണിൻ്റെ നെഞ്ചിൽ ചേർന്ന് കരയുന്ന അവളെ വലിച്ചു മാറ്റി അംബിക. വേണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വന്നത് ആ പണത്തിൻ്റെ കാര്യത്തിനാണ്. എൻ്റെ മകനിൽ നിന്നും നുണ പറഞ്ഞ് തട്ടിയെടുത്ത ആ പണത്തിൻ്റെ കാര്യത്തിന്. സോഫിയിൽ നിന്നും പ്രഭാകർ എഴുന്നേറ്റ് വന്ന അംബികയ്ക്ക് മുന്നിൽ നിന്നു. എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാം എനിക്ക് നഷ്ടമായി. ഇനി എൻ്റെ കയ്യിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ആകെയുള്ളതെൻ്റെ മകളാണ്. അവളെ ഞാൻ കിരണിന് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ അംബിക പറഞ്ഞു. ഇത്രയും വിലപിടിപ്പുള്ള ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ആ പണം മാത്രം മതി. അങ്ങനെ പറയരുത്. എൻ്റെ മകളെ സ്വീകരിക്കണം. പണം ഞാൻ തന്നു തീർത്തോളാം. എന്ന്? ഇവരുടെ വിവാഹത്തിൻ്റെ അന്ന്. അങ്ങനെ ഒരു കരാർ വേണ്ട. ഇവരുടെ വിവാഹം ഇനി നടക്കില്ല. ഒരു പെണ്ണിനെ തട്ടിച്ചും വെട്ടിച്ചും എല്ലാം നേടിയ നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് ആര് കണ്ടു? നിങ്ങളുടെ വിവാഹം ഒന്നും നടക്കില്ല. എനിക്ക് എൻ്റെ പണം ഒരു മാസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ കുടുംബസമേതം ജയിലിൽ സുഖമായി കഴിയാം. വാ മോനെ. കിരൺ. തിരിഞ്ഞു നടന്ന കിരണിനെ ദയനീയമായി വിളിച്ചു ആതിര. എന്നെ ഉപേക്ഷിക്കല്ലേ കിരൺ. അവൻ അവൾക്കൊരു ദയയുടെ നോട്ടം പോലും നൽകിയാൽ. പുറത്തേക്കിറങ്ങിയ അംബികയും കിരണും കാണുന്നത് ഗൗരിയെയും അപ്പുവിനെയുമാണ്. അവളെ കണ്ടതും അംബികയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. മോളെ. അംബിക വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നെടുത്തു. കിരണും ഒരു നിറഞ്ഞ ചിരിയോടെ അമ്മയെ അനുഗമിച്ചു. പുറത്തെ സംസാരം കേട്ട് ശില്പയും പ്രഭാകരും ആതിരയും പുറത്തേക്ക് വന്നിരുന്നു. ഗൗരിയെ കണ്ടതും മൂവരും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അവരുടെ അടുത്തേക്ക് ചിരിയോടെ നടന്നെടുക്കുന്ന അംബികയെ കണ്ടാണ് ആതിരയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നിയത്. മോളെ. ഗൗരിയുടെ മുടിയിഴകളെ തൊട്ടും തലോടിയും വാത്സല്യത്തോടെ നോക്കുകയാണ് അംബിക. പെട്ടെന്നായിരുന്നു അംബികയുടെ കൈകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അപ്പു ശബ്ദമുയർത്തിയത്. തൊട്ടുപോകരുത് എൻ്റെ ചേച്ചിയെ. മോനെ അപ്പു, ഞാൻ നിൻ്റെ ആരായാലും വേണ്ടില്ല. എൻ്റെ ചേച്ചി ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞവരല്ലേ നിങ്ങൾ എല്ലാം. ഇനി ആ സ്നേഹം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യമാവില്ല. അപ്പു, നീ അങ്ങ് വലുതായി, വലിയ ചെക്കനായല്ലോ. എന്നും കുഞ്ഞായിരിക്കില്ലല്ലോ കിരൺ. അപ്പു പറഞ്ഞു. മുമ്പ് കിരണേട്ട എന്ന് വിളിച്ചിരുന്ന പയ്യനാ ഇന്ന് തന്നെ പേരെടുത്ത് വിളിക്കുന്നത് എന്ന് കേട്ട കിരൺ തന്നെ ഞെട്ടിപ്പോയി. ചേച്ചിക്ക് ഇവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല. ഗൗരി തലയാട്ടി. അപ്പു പെട്ടെന്ന് തന്നെ ഗൗരിയുടെ കയ്യും പിടിച്ചുകൊണ്ട് അവരെ മറികടന്ന് വീടിന് മുൻപിൽ ചെന്നു നിന്നു. അപ്പുവിനെയും ഗൗരിയെയും കണ്ടതും ശില്പയുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തു. അകത്തേക്ക് കയറാൻ ആഞ്ഞ ഇരുവരെയും തടഞ്ഞു ശില്പ. എങ്ങോട്ടാ? അപ്പു ശില്പയെ കടുപ്പിച്ചൊന്ന് നോക്കി. അകത്തേക്ക്. അമ്മായിമാർ. പറ്റില്ല. ഇതെൻ്റെ വീടാണ്. ഇവിടെ അങ്ങനെ കണ്ണിൽ കണ്ടവന്മാരും അവളുമാരും ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. അത് പറഞ്ഞു തീർത്തതും അവിടെ ഒരു അടിയുടെ ശബ്ദം മുഴങ്ങി. ശില്പ കവിളിൽ കൈവച്ച് നിന്നുപോയി. മോനെ അപ്പു. ഗൗരി ഞെട്ടലോടെ വിളിച്ചു. മര്യാദയ്ക്കാണെങ്കിൽ 2 ആഴ്ച കൂടി ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്നും. ആ അടിയിൽ തല കറങ്ങുന്നുണ്ടായിരുന്നു ശില്പയ്ക്ക്. അപ്പുവും ഗൗരിയും അകത്തേക്ക് കയറിയതും ശില്പ കവിൾ തടവിക്കൊണ്ട് പറഞ്ഞു. എന്നെ അടിയാ കാലൻ അടിച്ചത്. ആ പല്ലിളകി. ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തേന്നേ ഉള്ളൂ. അപ്പു ചെറിയ പയ്യനാണ്. അപ്പു